Hello students, welcome back to our maths class. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ 6 വിത്ത് ദ ടൈംസ് ആണ്. അപ്പോൾ അതിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, അതിന് മുൻപായി നിങ്ങൾ ട്രെയിനിലൊക്കെ സഞ്ചരിച്ചിട്ടില്ലേ? അപ്പം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചില അനൗൺസ്മെന്റുകൾ കേൾക്കാനായിട്ട് സാധിക്കും. 20:50 പുറപ്പെടേണ്ട ട്രെയിൻ 20 മിനിറ്റ് ഡിലേ ആയി താമസിച്ച് 21:10 പുറപ്പെടുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള അനൗൺസ്മെന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ 20:50 സ്റ്റാർട്ട് ചെയ്യേണ്ട ട്രെയിൻ 21:10 പുറപ്പെടുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള അനൗൺസ്മെന്റുകൾ കേൾക്കാം. എന്താണ് ഇത്തരത്തിലുള്ള ടൈം ഫോർമാറ്റുകൾ ഉദ്ദേശിക്കുന്നത്? ഇത് ഏത് ടൈപ്പ് ടൈം ഫോർമാറ്റ് ആണ്? അപ്പം നമ്മൾ പഠിച്ചു വന്നതും കണ്ടതും ഒക്കെ നമ്മൾ സമയം നോക്കാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ക്ലോക്ക് ആണ് അല്ലേ? അപ്പൊ ക്ലോക്കിൽ എവിടെ മുതൽ എവിടെ വരെയാണ് നമ്പേഴ്സ് ഉള്ളത്? 1, 2, 3 എക്സെട്ര അപ് ടു 12 വരെയാണ് നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ 1 മണി 2 മണി അങ്ങനെയുള്ള രീതിയിൽ 12 വരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് എവിടെ നോക്കി 20:50, 21:10 ഈ രീതിയിലുള്ള ടൈം ഫോർമാറ്റുകളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ടൈം ഫോർമാറ്റുകളെ പറയുന്നതാണ് 24-hour ഫോർമാറ്റ്. 24-hour ഫോർമാറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, അപ്പൊ നമ്മൾ ഇത്രയും കാലം ക്ലോക്കിൽ നോക്കിക്കൊണ്ടിരുന്നത് ഏത് ടൈപ്പ് ഫോർമാറ്റ് ആണ്? അത് 1 മുതൽ 12 വരെ ഉള്ളത് കൊണ്ട് ആ ഫോർമാറ്റ് ആണ് 12-hour ഫോർമാറ്റ്. 12-hour ഫോർമാറ്റ്. അപ്പൊ 12-hour ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരെയാണ് നമ്പേഴ്സ് ഉള്ളത്? 1 മുതൽ 12 വരെയാണ് 12-hour ഫോർമാറ്റിലെ നമ്പേഴ്സ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി 12-hour ഫോർമാറ്റിലെ സമയം നോക്കുന്നത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് ക്ലോക്കിൽ നമ്പേഴ്സ് ക്രമീകരിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് 24-hour ഫോർമാറ്റ് ആണ്. 24-hour ഫോർമാറ്റിൽ എവിടെ മുതലാണ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ വരെയാണത്, എങ്ങനെയാണ് അതിന്റെ നമ്പേഴ്സ് അല്ലെങ്കിൽ സമയം എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള രീതിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 24-hour ക്ലോക്കിലും 12-hour ക്ലോക്കിലും വരുന്ന രീതിയിലുള്ള സമയങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു 12-hour ക്ലോക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് നമ്പർ മുതലാണ്? 1 മുതലാണ് അല്ലേ? 1 മുതൽ 1, 2, 3, 4 അപ് ടു 12 വരെയാണ് 12-hour ക്ലോക്കിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 24-hour ക്ലോക്കിലാണെങ്കിലോ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 മുതൽ, അതായത് 0, 0, 0, 0 ഇവിടെ മുതലാണ് 24-hour ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ തന്നെ ആദ്യത്തെ 2 സീറോയും ലാസ്റ്റ് 2 സീറോയും, അതായത് 2 ഡിജിറ്റ്സ് ആദ്യം കാണാം, അതിനുശേഷം ഒരു കോളൻ കഴിഞ്ഞ് വീണ്ടും 2 ഡിജിറ്റ്സ് കാണാം. അപ്പൊ എന്താണ് ഈ ആദ്യത്തെ 2 ഡിജിറ്റ്സ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ 24-hour ക്ലോക്കില് ആദ്യത്തെ 2 ഡിജിറ്റ്സ് ഉദ്ദേശിക്കുന്നത് അവറിനെയാണ്. ഏത് മണിക്കൂറാണോ ആ മണിക്കൂറിനെയാണ് ആദ്യത്തെ 2 സീറോ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ 2 ഡിജിറ്റ്സ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? മിനിറ്റ്സ്. ഏത് മിനിറ്റിലാണ് നിൽക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 4 ഡിജിറ്റുകളാണ് 24-hour ക്ലോക്കിലുള്ളത്. ആദ്യത്തെ 2 ഡിജിറ്റുകൾ അവറിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ലാസ്റ്റത്തെ 2 ഡിജിറ്റുകൾ മിനിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, നമ്മുടെ 12-hour ക്ലോക്കിൽ ഒന്നെങ്കിൽ AM അല്ലെങ്കിൽ PM എന്നും കൂടി കാണിക്കും. പക്ഷെ 24-hour ഫോർമാറ്റിൽ അങ്ങനെ ഒരെണ്ണം ഇല്ല. AM-ഉം ഇല്ല, PM-ഉം ഇല്ല. നമുക്ക് അവറും ഈ 4 ഡിജിറ്റ്സ് നോക്കി അത് AM ആണോ PM ആണോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ആദ്യം തൊട്ട് നമുക്കിത് നോക്കാം. 0, 0, 0, 0. ഞാൻ പറഞ്ഞു 24-hour ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു 0-യിൽ നിന്നാണ്, അതായത് 0, 0, 0, 0 എന്ന് പറയുന്ന സമയത്തിൽ നിന്നാണ്. 0, 0 എന്ന് പറയുന്ന 12-hour ക്ലോക്കിലെ 12 at the midnight, അതായത് രാത്രിയിലെ 12 മണി, അതായത് 12-hour ക്ലോക്കിലെ രാത്രി 12 മണി എന്നുള്ള സമയമാണ് 24-hour ക്ലോക്കിലെ 0, 0, 0, 0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം 24-hour ക്ലോക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 0, 0, 0, 0-യിലാണ്. അത് 12-hour ക്ലോക്കിൽ ഉദ്ദേശിക്കുന്നത് 12 at the midnight, രാത്രിയിലെ 12 മണിയാണ് ഈ സമയം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 0, 0, 0, 1 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? നമ്മൾ ആദ്യം പറഞ്ഞു ആദ്യത്തെ 2 ഡിജിറ്റ്സ് അവറും ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് മിനിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ആദ്യത്തെ ഡിജിറ്റ് എന്താണ്? 0 തന്നെയാണ്, അതായത് ഈ മണിക്കൂർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 12, മിഡ്നൈറ്റ് 12 ഈ മണിക്കൂർ തന്നെയാണ്. 12 എന്ന് പറയുന്ന മണിക്കൂർ തന്നെയാണ്. എന്താ ഇവിടെ മാറിയിട്ടുള്ളൂ? 0, 0 എന്നുള്ള ഈ മിനിറ്റിന്റെ ഡിജിറ്റ് മാറി 0, 1 ആയി, അതായത് 1 മിനിറ്റ് കഴിഞ്ഞു എന്നാണ്. അപ്പൊ ഇവിടെ 12-hour ക്ലോക്കിൽ വരുന്ന എങ്ങനെയായിരിക്കും? ഇതേ മണിക്കൂറാണ്. 0, 0 എന്ന് പറയുന്ന മണിക്കൂർ ആകുമ്പം ഏത് തന്നെയാണ്? 12 ആണ്.
12 മാറി എന്ത് മാത്രമേ ഇവിടെ മാറിയിട്ടുള്ളൂ, 1 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതായത് 12 മിഡ് നൈറ്റ്, 12 മണി കഴിഞ്ഞ് 1 മിനിറ്റും കൂടിയായി എന്ന് പറയുമ്പോൾ എന്താണ് 12:01 അല്ലേ? 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയി എന്ന് പറയുമ്പോൾ 12:01. നമുക്കറിയാം 12 hour ക്ലോക്കിൽ AM ഉം PM ഉം കൂടെ വേണം. അപ്പൊ രാത്രി 12 മണി കഴിഞ്ഞുള്ള സമയം നമുക്കറിയാം AM ആണ്, AM. അപ്പൊ അതായത് നമ്മുടെ 24 hour ക്ലോക്കിലെ 0001 എന്ന് പറയുന്ന സമയം 12:01 AM, അതായത് രാത്രി 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയി. ആ സമയമാണ് 24 hour ക്ലോക്കിലെ 0001. അങ്ങനെയാണെങ്കിൽ 0010 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുക? 10 മിനിറ്റ് കഴിഞ്ഞല്ലേ? മണിക്കൂറിൽ മാറ്റമില്ല, മിനിറ്റിൽ മാത്രമേ മാറ്റമുള്ളൂ. സോ എന്തായിരിക്കും നമ്മുടെ 12 hour ക്ലോക്കിലെ ടൈം? 12:10 AM. 12:10 AM, അതായത് 12 hour ക്ലോക്കിൽ 12:10 AM ആണ് 0010. അങ്ങനെയാണെങ്കിൽ 0050 എന്തായിരിക്കും? 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്, ദാറ്റ് ഈസ് 12:50 AM. അങ്ങനെയാണെങ്കിൽ 0059 0059 മീൻസ് 12:59 AM. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മിനിറ്റ്സ് 59 വരെ ഉള്ളൂ. അടുത്ത ഇതിലേക്ക് പോകും നമുക്കറിയാം. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 00 കഴിഞ്ഞ് ഈ മണിക്കൂർ കഴിഞ്ഞു അല്ലേ? ഈ മണിക്കൂർ കഴിഞ്ഞ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് 00 കഴിയുമ്പോൾ അടുത്തത് 01. അപ്പോൾ 01:00 അടുത്ത മണിയായി. 00 എന്ന് പറയുന്ന കഴിഞ്ഞ് അടുത്ത മണിക്കൂറിലേക്ക് കഴിഞ്ഞു. കാരണം 59 മിനിറ്റ് അവിടെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിക്കൂറായല്ലോ. സോ 01:00 24 hour ക്ലോക്കിൽ 01:00 എന്ന് പറയുന്നത് 12:59 AM കഴിയുമ്പോൾ എന്താവും? 12:59 AM കഴിഞ്ഞു 00:59 കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് 01:00 ആയത്. അപ്പോൾ 12:59 AM കഴിഞ്ഞിട്ട് അടുത്ത 1 മിനിറ്റ് കഴിയുമ്പോൾ എന്തൊരു 1 AM, അതായത് രാത്രിയിലെ 1 മണി. 1 AM എന്ന് പറയുമ്പോൾ വെളുപ്പിനെ രാത്രി 1 മണിയാണ് 01:00 എന്ന് 24 hour ക്ലോക്കിൽ റെപ്രസെന്റ്. ഇനി ബാക്കി 02:00, അതായത് 24 hour ക്ലോക്കിൽ മണിക്കൂറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ടവറിനെ റെപ്രസെന്റ് ചെയ്യുന്നിടത്ത് 02 ദെൻ 00 ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? നമുക്കറിയാം 00:00 എന്ന് പറയുന്നത് 12 at the midnight ആണ്. 1 ആയപ്പം 12 hour ക്ലോക്കിലെ 1 AM തന്നെയാണ്. അപ്പം 2 ആകുമ്പം ഇവിടെ 02:00 ആകുമ്പോൾ എന്താവും? 1 മണിക്കൂറും കൂടെ കഴിഞ്ഞുള്ള അല്ലേ? 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ 12 hour ക്ലോക്കിൽ 1 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ എന്താവും? 2 AM ആയിട്ട് മാറും. 1 AM 01:00 കഴിഞ്ഞപ്പോഴാണ് 02:00, അതായത് 1 മണിക്കൂറിന് ശേഷമാണ് ഇതായത്. 1 AM കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാൽ 2 AM, അതായത് വെളുപ്പിന് 2 AM ആണ് 24 hour ക്ലോക്കിലെ 02:00. അങ്ങനെയാണെങ്കിൽ 04:00, അതായത് ഇവിടെ നിന്ന് വീണ്ടും 2 മണിക്കൂറാണ് മാറിയത്. 2 മണിക്കൂർ കഴിഞ്ഞപ്പം 04:00 ആയി എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 2 മണി കഴിഞ്ഞ് 2 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ എന്താവും? 4 AM. അപ്പോൾ വെളുപ്പിനെ 4 മണിയാണ് 24 hour ക്ലോക്കിലെ 04:00. അങ്ങനെയാണെങ്കിൽ 10:00 എന്തായിരിക്കും? 10:00 എന്ന് പറയുന്നത് 6 മണിക്കൂറാണ് കൂടിയത്. അപ്പോൾ ഇവിടെ 6 മണിക്കൂർ കൂടുമ്പോൾ 4+6 10 AM. 24 hour ക്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ AM PM എഴുതണം. 10 AM. അങ്ങനെയാണെങ്കിൽ 12:00 എന്ത് തന്നെയായിരിക്കും? ഇതേ റൂൾ പ്രകാരം 12 AM ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ വരെ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം ആയിരുന്നു അല്ലേ? അതായത് 24 hour ക്ലോക്കും 12 hour ക്ലോക്കും സെയിം ആയിരുന്നു അപ് ടു ഈ 12 മണി വരെ. അതായത് ഉച്ചയ്ക്ക് 12 മണി വരെ 12 o'clock at the noon. ഉച്ചയ്ക്ക് 12 മണി വരെ 24 hour ക്ലോക്കും 12 hour ക്ലോക്കും സെയിം ആണ്. ഇനിയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ഒന്ന് നോക്കി, ഇനി അടുത്തത് 12 മണി കഴിഞ്ഞാൽ അടുത്തത് 24 hour ക്ലോക്കിൽ എങ്ങോട്ട് പോകും? 13:00, അതായത് 13ാമത്തെ മണി എന്ന് പറയുമ്പോൾ 12 കഴിഞ്ഞ് 1 മണിക്കൂറും കൂടെ കഴിയുമ്പോൾ അവിടെ 13 ആവും 24 hour ക്ലോക്കിൽ. അങ്ങനെയാണ് നമ്മുടെ 12 hour ക്ലോക്കിൽ 24 hour ക്ലോക്കിൽ 12:00 കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ എന്തായിട്ട് മാറും? 13:00 ആയിട്ട് മാറും. നമ്മുടെ 12 hour ക്ലോക്കിലാണെങ്കിലോ 12 at the noon, ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 1 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും 1 മണിയാണല്ലേ? 1 മണി, അതായത് 1 ഉച്ച കഴിഞ്ഞാൽ PM ആയിട്ട് മാറും, 1 PM ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ തൊട്ടാണ് ഒരു മാറ്റം വരുന്നത്. അപ്പോൾ 24 hour ക്ലോക്കിലെ 13:00 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഉച്ചയ്ക്ക് 1 മണി, അതായത് 1 PM ആണ്
13:00 ആയിട്ട് 24-hour ക്ലോക്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 13:30 എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് 13 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉച്ചക്കത്തെ 1 മണിയാണ്. പിന്നെ എന്താ 00 മാറി, മിനിറ്റ് മാറി, എന്തായിട്ട് മാറി? 30 ആയി. അതായത് 30 മിനിറ്റും കൂടെ കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റും കൂടെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ 12-hour ക്ലോക്കിൽ ഏത് സമയമായിരിക്കും അത്? 1 മണി കഴിഞ്ഞ് 30 മിനിറ്റും കൂടെ കഴിഞ്ഞു എന്ന് പറയുന്ന സമയം 1:30 PM. 1:30 PM ഉച്ചയ്ക്ക് 1:30 സമയമാണ് നമ്മുടെ 24-hour ക്ലോക്കില് 13:30. അങ്ങനെയാണെങ്കിൽ 14:20 എന്തായിരിക്കും? അപ്പൊ നമുക്കറിയാം 30 എന്ന് പറയുന്നത് 1 മണിയാണ്. അപ്പൊ 14 എന്തായിരിക്കും? 13 + 1 അല്ലേ? അപ്പൊ 1 + 1 2. അപ്പം 14 എന്ന് പറയുമ്പോൾ 2 ആണ്. പിന്നെ മിനിറ്റോ 20 മിനിറ്റ്സ്, അതായത് 2 മണി കഴിഞ്ഞ് 20 മിനിറ്റ്സും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 2 മണി കഴിഞ്ഞ് 20 മിനിറ്റ്സ്, ദാറ്റ് മീൻസ് 2:20 PM എന്ന് പറയുന്ന സമയമാണ് 14:20. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ സമയം നോക്കാം. അതായത് 24-hour ക്ലോക്കിലെ 15:00 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം 1 മണി, ഉച്ചക്കത്തെ 1 മണി എന്ന് പറയുന്നത് 13:00 ആണ്. അപ്പൊ 13 കഴിഞ്ഞ് 2 മണിക്കൂറും കൂടെ കഴിയുമ്പോഴാണ് 15 ആവുന്നത്. അപ്പൊ ഇത് 1 മണി കഴിഞ്ഞ് എത്ര മണിക്കൂർ? 2 മണിക്കൂർ കഴിയുമ്പോൾ എന്തായിരിക്കും? 1 + 2 3. അപ്പൊ 15:00 എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ് 3 PM. 3 PM ആണ് 15:00. 24-hour ക്ലോക്കിലെ 15:00. അങ്ങനെയാണെങ്കിൽ 15:45 എന്താണ്? 15:45 എന്ന് പറയുമ്പോൾ 3 മണി കഴിഞ്ഞ് 45 മിനിറ്റും കൂടെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? 3:45 PM. 3:45, ഉച്ച കഴിഞ്ഞ് 3:45 അല്ലേ? നെക്സ്റ്റ് 16:25. 15:3 ആണെങ്കിൽ 16 എന്തായിരിക്കും? 16 എന്ന് പറയുന്നത് 4 ആയിരിക്കും അല്ലേ? ഒന്നും കൂടെ കൂടിയുള്ളൂ, 1 hour ആണ് കൂടിയത്. 15 മാറി 16 ആയി എന്ന് പറയുമ്പോൾ 1 hour കൂടി. അപ്പൊ 3 മാറി 3 + 1 4. 1 മണിക്കൂർ കഴിയുമ്പോൾ 4, 4 മണിയായി. 4 മണിയായതേ ഉള്ളോ? അല്ല, 25 മിനിറ്റ്സും കൂടെ കഴിഞ്ഞു. അപ്പം 4:25 PM. അതായത് വൈകുന്നേരത്തെ സമയമാണ്. സോ അതെല്ലാം PM ൽ പോകണം. അപ്പൊ 16:25 എന്ന് പറയുമ്പോൾ 4:25 PM. 17:30. അപ്പൊ എന്തായിരിക്കും? 17 എന്ന് പറയുമ്പോൾ വീണ്ടും 1 hour കഴിഞ്ഞു. ഇപ്പൊ 16 മാറി 17 ആയി. സോ 4 മാറി 5 ആയി. അപ്പൊ ഇത് 5 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? മിനിറ്റ്സ് 30 മിനിറ്റ് കഴിഞ്ഞു. സോ 5:30 PM. 5:30 PM. അപ്പൊ ഇതോ 18:40 എന്ന് പറയുന്നത് 6 ആണ്, 6 മണിയാണ്. 19 എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 മണി ആയിരിക്കും. സോ 7:15 PM. 7:15 PM. അങ്ങനെയാണെങ്കിൽ 20:50, നമ്മൾ ആദ്യം പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കേട്ട അനൗൺസ്മെന്റിലെ സമയമായിരുന്നു 20:50. അങ്ങനെയാണെങ്കിൽ ഇപ്പം 20:50 എന്താണെന്ന് പറയാൻ സാധിക്കുമോ? 20:50 എന്ന് പറയുമ്പോൾ 19:07 ആണെങ്കിൽ 20 എന്തായിരിക്കും? 8 ആയിരിക്കും. അപ്പൊ 8:50 PM. 21:10 എന്ന് പറയുമ്പോൾ ഏതായിരിക്കും നമ്പർ? നമ്മൾ കണ്ടു 20 എന്ന് പറയുന്നത് 8 ആണ്. സോ 21 1 മണിക്കൂറും കൂടെ കഴിഞ്ഞു. സോ 8 മാറി എന്തായി? 21 എന്ന് പറയുമ്പോൾ 9 ആയി. ഇത് 9, 9 മണി കഴിഞ്ഞ് 10 മിനിറ്റും കൂടെ കഴിഞ്ഞു. സോ 9:10 PM. 9:10 PM എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാത്രി 9 മണിയാണ് അല്ലെ? രാത്രിയിൽ 9 മണി കഴിഞ്ഞ് 10 മിനിറ്റും കഴിഞ്ഞു. അപ്പൊ ആ സമയമാണ് 24-hour ക്ലോക്കിലെ 21:10. ഇനി അടുത്തത് 22:00. അതെന്തായിരിക്കും? വെരി ഗുഡ്. 21 കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് 22. സോ 10 PM. രാത്രി 10 മണിയാണ് 22:00. ഇനി 23:00 അപ്പൊ എന്തായിരിക്കും? രാത്രി 11 മണി. 11 PM. 11 PM. അങ്ങനെയാണെങ്കിൽ 23:45 എന്തായിരിക്കും? 23 നമുക്കറിയാം 11 ആണ്. 23:45 എന്ന് പറഞ്ഞാൽ 11 മണി കഴിഞ്ഞ് 45 മിനിറ്റും കൂടെ കഴിഞ്ഞു. അതായത് 11:45 PM. 11:45 PM. ഇതാണ് ആ സമയം. ഇനി 23:59 എന്ന് പറയുമ്പോൾ എന്താണ്? 11 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയി അല്ലെ? സോ 11:59 PM. 11:59 PM. നമുക്കറിയാം രാത്രി 11 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയി. ഇനി 1 മിനിറ്റും കൂടെ കഴിയുമ്പോൾ അടുത്ത് എന്തായിരിക്കും? പറയാം 12-hour ക്ലോക്കിൽ രാത്രി 11 മണി കഴിഞ്ഞ് 59 മിനിറ്റും കഴിയുമ്പോൾ 1 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ എന്തായിട്ട് മാറും? അവിടെ രാത്രി 12 മണിയോ അല്ലെ? മിഡ് നൈറ്റ് 12 മണിയോ? മിഡ് നൈറ്റ് 12 മണി എന്ന് പറയുന്നത് 24-hour ക്ലോക്കിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്?
0 0 0 0. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ ഒരു ദിവസത്തെ ഏകദേശ സമയം നമ്മളിവിടെ പറഞ്ഞു 24. അപ്പം 11:59 PM കഴിയുമ്പോൾ അടുത്തത് 12:00 ആണ്, രാത്രി 12:00. ആ സമയം എന്തായിട്ട് മാറുന്നു നമുക്കറിയാം, 24 hour ക്ലോക്കിലെ 00:00 ആണ്. അതായത് 23:59 കഴിയുമ്പോൾ നെക്സ്റ്റ് 1 മിനിറ്റും കൂടെ കഴിയുമ്പോൾ 00:00 ആയി. വീണ്ടും ഇതുപോലെ തന്നെ വരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാകും. ഇപ്പൊ 24 hour ക്ലോക്ക് എന്ന് പറയുമ്പോൾ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദെൻ 1 2 3 അങ്ങനെ അപ് ടു 23:59 വരെ വരുന്നു. വീണ്ടും അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു തരത്തിലുള്ള റെപ്പറ്റീഷൻസും വന്നില്ല അല്ലേ? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ 12 hour ക്ലോക്കിൽ 1 മണി 2 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? അതായത് 1 മണി എന്ന് പറയുന്നത് രാത്രിയിലും ഉണ്ട് ഉച്ച കഴിഞ്ഞുമുണ്ട്, ഉച്ചയ്ക്കും ഉണ്ട്. 2 മണി എന്ന് പറയുന്നത് രാത്രിയിലും ഉണ്ട് ഉച്ചയ്ക്കും ഉണ്ട്. പക്ഷെ 24 hour ക്ലോക്കിൽ വരുമ്പോൾ അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. അതായത് എല്ലാ സമയവും ഒരു തവണ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് AM ഉം PM ഒന്നും ഒരു ഡിനോട്ട് ചെയ്യാത്തത്. അപ്പം AM ഉം PM ഉം ഇല്ലാതെ തന്നെ നമുക്ക് ഈ 24 hour ക്ലോക്കിലെ സമയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 24 hour ക്ലോക്കിനെ 12 hour ഫോമാറ്റിലേക്ക് മാറ്റുന്നത് നമ്മൾ കണ്ടു. ഇനി പെട്ടെന്ന് നിങ്ങൾക്കൊരു നമ്പർ തരാണ് 2110 അല്ലെങ്കിൽ 2050. ഈ നമ്പറിനെ പെട്ടെന്ന് 12 hour ക്ലോക്കിൽ ഏത് നമ്പർ ആണെന്ന് അല്ല ഏത് സമയമാണെന്ന് അറിയാൻ വേണ്ടി മറ്റൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതായത് 24 hour ക്ലോക്കിലെ നമ്പറിനെ 12 hour ക്ലോക്കിലെ സമയത്തിലേക്ക് മാറ്റാൻ വേണ്ടി നിങ്ങൾ ഒരു നമ്പർ വെച്ച് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അത് നമുക്ക് നോക്കാം. അതായത് ആദ്യം 24 hour ക്ലോക്കിലെ ഈ സമയം എഴുതുക 2110. 2110-ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 12:00. ഈ നമ്പർ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 12 hour ക്ലോക്കിലെ സമയം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 24 hour ക്ലോക്കിലെ സമയത്തിനെ 12 hour ക്ലോക്കിലെ സമയത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 12:00 എന്ന് പറയുന്ന ഈ നമ്പർ ഇതിൽ നിന്ന് കുറച്ചാൽ മതി. ഈ സമയം 12:00 എന്ന് പറയുന്ന സമയം നമുക്ക് തന്നിരിക്കുന്ന 24 hour ക്ലോക്കിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് കുറച്ച് നോക്കാം. ഇവിടെ നോക്കി, ഇതുപോലെ 2110-ന്റെ താഴെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ മണിക്കൂറിന്റെ താഴെ 12 എഴുതുന്നു, ആ 2 ഡോട്ട് ഇടുന്നു, മിനിറ്റിന്റെ താഴെ കറക്റ്റ് ആയിട്ട് 2 zeros ഇടുന്നു. ഇനി നമുക്ക് ആദ്യം സബ്ട്രാക്ട് ചെയ്യേണ്ടത് ഈ സൈഡിൽ നിന്നാണ്. ഇപ്പൊ 0-ൽ നിന്ന് 0 പോയാൽ എന്താ വരുള്ളൂ? 0. ഇനി അടുത്തത് 1-ൽ നിന്ന് 0 പോയാൽ എന്ത് വരും? 1. ഇനി ഇതേ കോളൻ അതേപോലെ തന്നെ നമ്മളിവിടെ പ്ലേസ് ചെയ്യും. ഇനി 1-ൽ നിന്ന് 2 മൈനസ് ചെയ്യും. മൈനസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കടമെടുക്കണം. 1 മാറി 11 ആവുന്നു, 2 മാറി എന്താവും? 1 ആവും. അപ്പൊ നോക്കി, ഇനി 11-ൽ നിന്ന് 2 മൈനസ് ചെയ്യും. 11 മൈനസ് 2 എത്രയാണ്? 9. ഇനി 1 മൈനസ് 1 എന്താണ്? 0. അപ്പൊ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സോ ദ ആൻസർ ഈസ് 9:10. 9:10 ആണ് സമയം. അപ്പൊ 2110 എന്ന് പറയുന്ന 24 hour ക്ലോക്കിലെ സമയം 9:10. 9:10 AM ആയിരിക്കുമോ PM ആയിരിക്കുമോ? അപ്പൊ നമുക്കറിയാം ഇത് 21ാമത്തെ മണിക്കൂറാണ്. അപ്പൊ നമുക്കറിയാം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാൽ 13-ആയി 14-ആയി 15-ആയി അതെല്ലാം PM അല്ലേ? ഉച്ച കഴിഞ്ഞാൽ PM ആണ്. സോ ഈ ടൈം എന്തായിരിക്കും? 9:10 PM ആണ്. അപ്പൊ ഇത് 21:10 എന്ന് പറയുന്ന 24 hour ക്ലോക്കിലെ ടൈം 12 hour ക്ലോക്കിലെ 9:10 PM ആണ്. അങ്ങനെയാണെങ്കിൽ 2050 അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ആദ്യം 24 hour ക്ലോക്കിലെ സമയം എഴുതുന്നു. എന്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം? 12:00. അപ്പൊ അതുപോലെ അതിന്റെ കൃത്യം താഴെ 12:00 എഴുതുന്നു. അതിനുശേഷം സബ്ട്രാക്ട് ചെയ്യുന്നു. 0 മൈനസ് 0 0, 5 മൈനസ് 0 5. 0-ൽ നിന്ന് 2 പോവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് വെച്ച് 10 ആക്കുന്നു, ഇവിടെ 1 ആക്കുന്നു. Now 10 minus 2 എന്തായി? 8. 1 minus 1 0. So the time is 8:50 PM. 8:50 PM. So 2050 എന്ന് പറയുന്ന ടൈം 8:50 PM ആണ്. അങ്ങനെയാണെങ്കിൽ 2300 എന്തായിരിക്കും? 2300 കിട്ടാൻ ആദ്യം നമ്മൾ ആ നമ്പർ എഴുതുന്നു. ദെൻ മൈനസ് 1200. ഇങ്ങനെ കുറച്ച് 0 മൈനസ് 0 0 0. 3 മൈനസ് 2 1. 2 മൈനസ് 1 1. 11 PM. ഇത് രാത്രി ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 24 hour ഫോമാറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.